കവിത ടാക്കീസിനു വേണ്ടി കവിതയും കവിതയിലേക്കുള്ള വഴിയും പറയാൻ ബിജു ആവശ്യപ്പെട്ടിരുന്നു. കവിതയിലേക്കുള്ള സഞ്ചാര വഴികൾ പലപ്പോഴും കൗതുകമുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭമോ കാര്യമോ മാത്രമാവില്ല അതിൻ്റെ പിന്നിലെങ്കിലും ചില കാലങ്ങൾ, ചില അവസ്ഥകൾ കവിതയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട്. 2020 കാലഘട്ടം, ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിൽ അമർന്നിരുന്ന ആ കാലഘട്ടം, നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ തുടരൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് ആഹ്വാനം ചെയ്ത ആ കാലം. എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ തുടരൂ എന്ന് പറയുമ്പോൾ അവിടെ തുടർന്നിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്ന് നമുക്കറിയില്ല. കാരണം കടകളും കമ്പോളങ്ങളും അടഞ്ഞു കിടക്കുന്നു, റോഡുകൾ അടഞ്ഞു കിടക്കുന്നു, വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, മനുഷ്യരോട് സാമൂഹിക അകലം പാലിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ തീർത്തും ഒറ്റക്കായ ജീവിതങ്ങൾ. അപ്രതീക്ഷിതമായി ഇടപഴകേണ്ടി വരുന്ന ആളുകൾ, എത്ര കാലത്തേക്കെന്നറിയാതെ പരസ്പരം ചേർന്ന് ജീവിക്കേണ്ടി വന്ന മനുഷ്യർ, അല്ലെങ്കിൽ കലർന്ന് ജീവിക്കേണ്ടി വന്ന മനുഷ്യർ. തീർത്തും അപരിചിതമായ ഒരു അവസ്ഥയായിരുന്നു അത്. നമ്മളൊന്നും അതിനു മുമ്പ് അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യാത്ത ഒരു സാമൂഹിക അവസ്ഥ. ഇന്നതോർക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നുമെങ്കിലും അന്നത് നമ്മുടെ ജീവിതമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ഞാനും വീടുപണിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെയും അന്ന് ചില അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. എത്ര കാലം അങ്ങനെ കടന്നു പോകണമെന്നറിയാത്ത ഒരു കൂട്ടുജീവിതം, ഒരു കലർപ്പ്, അതിൻ്റെ സിംഫണി ഞങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ പരസ്പരം അങ്ങനെ ചേർന്ന് ജീവിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള ചില ആലോചനകളാവാം നാനിയുടെ ചായക്കട ഉണ്ടാക്കിയത്. മുത്തശ്ശിക്ക് നാനി എന്ന വിളി എനിക്കത്ര പരിചയമുള്ള കാര്യമല്ല. അതേസമയം നാട്ടിലെമ്പാടും നാണി മുത്തശ്ശിമാരുണ്ട് താനും. ഏതായാലും നാനിയുടെ ചായക്കട. രാത്രിയുടെ തീവണ്ടി ചൂളം കുത്തി ഏതോ പുലർച്ചയിലേക്ക് വന്ന് ഇടിച്ചു നിന്നു. നേർത്ത നീല നിറത്തിനുമേതെ തണുപ്പിൻ്റെ പുക. വെളിച്ചം തൊട്ട കിളിയൊച്ചകൾ പല വഴി ചിതറി. ഇളവെയിലിൻ്റെ ചിലപ്പിൽ താഴ്വാരം. വെയിലിൽ തടാകം തെളിയുന്ന വീട്ടുമുറ്റം. കയ്യിലൊരു പിടി വയലറ്റ് പൂക്കളുമായി മഞ്ഞുമലയിൽ നിന്ന് ഒരു പ്രഭാതം വിരുന്നെത്തുന്നു. അക്വിലേജിയ അൽഫിന പൂവ് ഗോത്രം വെച്ച് പരിചയപ്പെടുത്തി. ഇത്തിരിപ്പൂവ് മുറ്റത്തേക്കൊന്ന് തലകാട്ടി പിന്നെയും ഉൾവലിഞ്ഞു. നാട്ടുവഴിയിൽ നാണി മുത്തശ്ശിയുടെ ചായക്കട. അടുപ്പിൽ ആലു പൊറോട്ടയും ദാൽക്കറിയും വേവുന്നു. ചൂടൻ കുപ്പായമിട്ട് കുന്നിറങ്ങിയൊരു പ്രഭാതം കട്ടൻ ഊതി കുടിക്കുന്നു. പുതപ്പിനകത്ത് ഏതോ വിഷാദഗാനം. നാടതിനെ സ്വന്തം ഭാഷയിൽ വായിച്ചെടുത്തു. കലർന്നുപോയ ഇടങ്ങളുടെ സ്വാഭാവിക ജീവിതം. അതിരുകൾ ഭാഷയോ ദേശമോ അല്ല, ഭൂമി കലർപ്പില്ലാത്ത ജീവിതം തുടരുന്നു. ഉറക്കത്തിൽ ആളുകൾ അവരുടെ നാട്ടിലാവും പുലരുക. ഉണരുമ്പോഴോ അതൊരു ചോദ്യം തന്നെയല്ല. നാണിമുത്തശ്ശിക്ക് വീട്ടുകാരില്ല, ഷാഢ്യങ്ങളില്ല. അവർ സമോവറിൽ തീ പിടിപ്പിക്കുകയും പാലൊഴിച്ച് ചായ ഉണ്ടാക്കുകയും ചെയ്യും. റേഷൻ കടയിൽ വിരലമർത്തുകയും കാലുനീട്ടിയിരുന്ന് മുറുക്കാനിടിക്കുകയും ചെയ്യും. ചായ്പിൽ ഉറങ്ങുന്ന ബംഗാളി പയ്യൻ അവരുടെ താൽക്കാലിക കുടുംബാംഗമാണ്. അവർക്കിടയിൽ ബാധ്യതകളില്ല. ചായയിൽ മുക്കിയ ബണ്ണ് കഴിച്ചുകൊണ്ടിരുന്ന പ്രഭാതം കുലുങ്ങിച്ചിരിച്ചു. താൽക്കാലിക കുടുംബം. താൽക്കാലികമല്ലാത്തതെന്താണ്? നനഞ്ഞ വിറക് അടുപ്പിൽ പുകയുന്ന സന്ധ്യാനേരങ്ങളിൽ നാണിമുത്തശ്ശിക്ക് ഒറ്റക്കാണെന്ന് തോന്നാറുണ്ട്. പുക കൊണ്ട പോലെ കണ്ണ് ചുവക്കാറുണ്ട്. അവരുടെ കാതിലെ തുളയിൽ രാത്രികാലത്ത് നക്ഷത്രങ്ങൾ തൂങ്ങുന്നത് ചെമ്പൻ മുടിക്കാരനായ അതിഥിപുത്രൻ കണ്ടിട്ടുണ്ട്. വിലക്ക് നീങ്ങട്ടെ, നാനിക്കൊരു പുതപ്പ് വാങ്ങണം.
ആജീവനാന്ത വിലക്കല്ലേ ജീവിതം. ജനലഴി പിടിച്ചു നിന്ന രാത്രി നാണി മുത്തശ്ശിക്ക് വേണ്ടി നെടുവേർപ്പെട്ടു. വിറങ്ങലിച്ചു വെളുത്ത ഒരു പകലിലേക്ക് നാണി മുത്തശ്ശി പനിച്ചു കിടന്നു. കിണറ്റിലേക്കിറക്കിയ കയറിൽ ഭൂമിയുമായുള്ള ഏക ബന്ധം പോലെ അവൻ മുറുകെ പിടിച്ചു. അവൻ്റെ നാനിക്കും ലോകത്തിനാകെയും വേണ്ട വെള്ളം അടിയിൽ കനത്തിൽ അനങ്ങി. സമോവറിൽ തീ പിടിച്ചു. വെള്ളം തിളച്ചു തുള്ളി. തേയില വെന്തമർന്നു. പുറം ചുവരിൽ നാനിയുടെ പടം വരയും. പുറം ചുവരിൽ നാനിയുടെ പടം വരയും. ഒരു പ്രഭാതം നിറങ്ങളുമായി വരുന്നതുപോലെ നാണി മുത്തശ്ശി ചിരിച്ചു. ഒരു പ്രഭാതം നിറങ്ങളുമായി വരുന്നതുപോലെ നാണി മുത്തശ്ശി ചിരിച്ചു.